ക്ലീൻ കേരള കമ്പനി 2023-24 സാമ്പത്തിക വർഷത്തിൽ അതൈവ പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്തത് 47,534 ടണ്ണാണ്. ഇന്ന് ക്ലീൻ കേരള കമ്പനിയും സ്വകാര്യ ഏജൻസികളും കൂടി 2024-25 ആയപ്പോൾ ശേഖരിച്ച കൈകാര്യം ചെയ്ത മാലിന്യത്തിന്റെ അളവ് 1,52,603 ടണ്ണാണ്. 1,52,000-ലധികം ടൺ, രണ്ടിരട്ടിയായിട്ട് വർദ്ധിച്ചു 2 കൊല്ലത്തിനിടയിൽ എന്ന് കാണണം. ഇതുണ്ടായിരുന്നില്ലെങ്കിലോ, ഹരിതകർമ്മസേനയും ക്ലീൻ കേരളയും ഉൾപ്പെടെയുള്ള ഈ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ 1.5 ലക്ഷം ടൺ അതൈവ മാലിന്യം കേരളത്തിലെ പാടത്തും പറമ്പിലും തോട്ടിലും റോട്ടിലുമെല്ലാം വലിച്ചെറിയപ്പെട്ട് നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമാകുമായിരുന്നു എന്ന് നമുക്ക് കാണണം. സർ, പത്തനംതിട്ടയിലെ കുന്നന്താരത്ത് പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിന് പ്രതിദിനം 2 ടൺ ശേഷിയുള്ള ഇന്റഗ്രേറ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റി സ്ഥാപിച്ചു. ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസിന് അറിയാം, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത്. 100 ടൺ പ്ലാസ്റ്റിക് അവിടെ സംസ്കരിക്കാൻ കഴിയുന്ന സംവിധാനം അവിടെയുണ്ട്. 3 കോടി രൂപയാണ് ഹരിതകർമ്മസേനയ്ക്ക് ക്ലീൻ കേരള കമ്പനി അതൈവ പാഴ്വസ്തു സംസ്കരണത്തിലൂടെ നൽകുന്നത്.